ഇന്നത്തെ വീഡിയോ സോൾമേറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്താണ് സോൾമേറ്റ്, ആരൊക്കെയാണ് സോൾമേറ്റ്, ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. കാലങ്ങൾക്കും ദേശങ്ങൾക്കും സമയത്തിനും അതീതമായി രണ്ട് മനുഷ്യർക്കിടയിലുള്ള ഒരു ബന്ധം, ആത്മബന്ധം, ഒരു ബോണ്ടിങ്, അഫെക്ഷൻ, സൗഹൃദം, സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സോൾമേറ്റിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാം. ഇനി സോൾമേറ്റ് എത്ര തരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 3 തരത്തിലുള്ള സോൾമേറ്റ് ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ സോൾമേറ്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് സോൾമേറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രണയമാണ്, സ്നേഹമാണ്, ലവ് ആണ്. പ്രണയത്തിൽ ഊന്നിക്കൊണ്ടുള്ള, പ്രണയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ബന്ധത്തിലുള്ളവരെ നമുക്ക് റൊമാൻറ്റിക് സോൾമേറ്റ്സ് എന്നുള്ളത് പറയാം. രണ്ടാമത്തെ ഒരു ടൈപ്പ് സോൾമേറ്റ് എന്ന് പറയുന്നത് പ്ലാറ്റോണിക് സോൾമേറ്റ് ആണ്. ആ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. പ്ലാറ്റോണിക് സോൾമേറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രണയം എന്ന് പറയുന്ന ആ ഒരു വികാരം, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വികാരം അവിടെ ഇല്ല. അവിടെ പ്യുവർലി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു സൗഹൃദം, ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അകത്തോട്ട് സെക്സ് കടന്നു വരുന്നില്ലല്ലോ, പ്രണയം കടന്നു വരുന്നില്ലല്ലോ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇമോഷൻ മാത്രമാണല്ലോ അവിടെ ഉള്ളത്. അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശുദ്ധമായിട്ടുള്ള സൗഹൃദം മാത്രമാണ്. റൊമാൻറ്റിക്കിലാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള പ്രണയം മാത്രമാണ്. ഇനി മൂന്നാമത്തെ സോൾമേറ്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സോൾമേറ്റ് ആണ്. സ്പിരിച്വൽ സോൾമേറ്റ് എന്ന് പറയണമെങ്കിൽ ഒരു മെന്റർ, നമുക്ക് നേർവഴി കാണിച്ചു തരുന്നത് ആരാണോ അങ്ങനെയുള്ള ഒരാള്. നമ്മൾ കേട്ടിട്ടുണ്ട് ബിസിനസ് മെന്റേഴ്സ്, ബിസിനസിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരാള്, റിലേഷൻഷിപ്പ് മെന്റേഴ്സ്. അതേപോലെ തന്നെ സ്പിരിച്വലി നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സ്പിരിച്വൽ മെന്റർ. ഈ ഒരു മെന്റർ കൂടെ സ്പിരിച്വൽ സോൾമേറ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാം. സ്പിരിച്വൽ ഗുരു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സ്പിരിച്വൽ സോൾമേറ്റിന് എക്സാമ്പിൾ ആണ്. ഒന്നുമില്ല, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ നയിക്കുന്ന, നമുക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് അറിവ് തരുന്ന ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് 3ആയിട്ട് സോൾമേറ്റിനെ തിരിക്കാം. അടുത്തത് സോൾമേറ്റിന്റെ സ്വഭാവ സവിശേഷതകളാണ്. ഇവിടെ നമുക്ക് 5 തരത്തിലുള്ള സ്വഭാവ സവിശേഷത കാണാൻ പറ്റും. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് റെക്കഗ്നീഷൻ. അതായത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ശരി, നമ്മളിതിന് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് നേരത്തെ എവിടെയോ പരിചയം ഉണ്ടല്ലോ, എവിടെയോ കണ്ടുമുറന്ന മുഖമാണല്ലോ, നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ, ഇതിനു മുമ്പ് നമ്മൾ എവിടുന്നോ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഉള്ളിൽ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട് ചില വ്യക്തികളെ കാണുന്ന സമയത്ത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിങ്ക്രണൈസിറ്റീസ് ആണ്. ഇവിടെ പറയുന്നത് 2 പേർക്കിടയിലും കോയിൻസിഡന്റലായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളാണ്, കുറെ ഇവന്റുകളാണ്. അതായത് 2 പേരും ആഗ്രഹിച്ച ഒരു കാര്യം 2 പേർക്കിടയിൽ സംഭവിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ആ ആള് നടത്തി കാണിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എനിക്ക് മുമ്പേ ആ വ്യക്തി പറയുന്നു. അതായത് യാദൃശ്ചികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു ഇവർക്കിടയിൽ. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. എന്നെ സ്നേഹിച്ചാലേ ഞാൻ തിരിച്ച് സ്നേഹിക്കൂ എന്ന് പറയുന്ന ലവേഴ്സ് ഉണ്ട്. എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹിക്കൂ എന്ന് പറയുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ഉള്ള നാടാണിത്. എന്നാൽ ഇത്തരം ആൾക്കാർക്ക് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോൾമേറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണത്. അവർക്ക് ഉപാധികളില്ലാതെ ഒരാളെ ഇഷ്ടപ്പെടാനും പ്രണയിക്കാനും സ്നേഹിക്കാനും പറ്റും. അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ പേരൻസിന് മക്കളോടുള്ള ആ സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ്. എല്ലാ പേരൻസിനും ഉണ്ടോ വെച്ചാൽ ഇല്ല കേട്ടോ, പക്ഷെ ഉള്ളവരെ കാണുകയാണെങ്കിൽ ഇതാണ് സാധനം. സോ അങ്ങനെ ഒരു അൺകണ്ടീഷണൽ ലവ് ഇതിന്റെ പ്രത്യേകതയാണ്. നാലാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പങ്കാളികൾ, സോൾമേറ്റുകൾ, അവരവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഒരാൾക്ക് പഠിച്ച് നല്ല ജോലി വാങ്ങണം, ഒരാൾക്ക് നല്ല ജോലി ചെയ്ത് ഒരുപാട് വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ന സ്ഥലത്ത് എത്തിപ്പെടണം ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല സ്വപ്നങ്ങളും പല പല ലക്ഷ്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസുകൾ പല ആൾക്കാർക്കും ഉണ്ടാവും. ഇതിനു വേണ്ടി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. ഒരാൾക്ക് ഒരാളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ഗോൾസ് കുറച്ചുകൂടി സ്പീഡിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരാളല്ല ആ ലക്ഷ്യത്തിന്റെ പുറകെ പോകുന്നത്. എൻ്റെ ലക്ഷ്യത്തിന്റെ പുറകെ എൻ്റെ സോൾമേറ്റ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ സോൾമേറ്റിന്റെ ലക്ഷ്യത്തിന്റെ പിന്നാലെ ഞാനും ഉണ്ട്. ബിക്കോസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷെയർഡ് ഗോൾസ് ആൻഡ് വാല്യൂസ് ആണ്. അതായത് ഇവിടെ പറയുന്നത് ഈ സോൾമേറ്റുകളുടെ ഇടയിൽ സിമിലർ വാല്യൂസ് കൂടുതലായിരിക്കും, സിമിലർ പ്രയോറിറ്റീസ് കൂടുതലായിരിക്കും, സിമിലർ ആയിട്ടുള്ള വിശ്വാസങ്ങൾ കൂടുതലായിരിക്കും, സിമിലർ ആയിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ആൾക്കാരാണ്.
ഈ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ആൾക്കാർ അതിൻ്റെതായിട്ടുള്ള സമയത്ത് എപ്പോഴാണോ അവർ തമ്മിൽ കണ്ടുമുട്ടേണ്ട സമയം, ആ സമയത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അതായത് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം ഇവര് എന്ന് കണ്ടുമുട്ടണം, എപ്പോൾ കണ്ടുമുട്ടണം, എങ്ങനെ കണ്ടുമുട്ടണം എന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടും. എന്നാൽ മറ്റു ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെ തനിയെ അങ്ങോട്ട് കണ്ടുമുട്ടുന്ന ഒരു പരിപാടി അല്ല ഇത്. നമ്മൾ നമ്മളെ സെൽഫ് അവയർനെസ്സിലൂടെയും പേഴ്സണൽ ഗ്രോത്തിലൂടെയും നമ്മൾ നമ്മുടെ സോൾമേറ്റുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിൽ നിന്നാണ് ഈ സോൾമേറ്റുകൾ ഉണ്ടാകുന്നത്. ആദ്യം പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി യാദൃശ്ചികമായി സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിൽ, മറ്റൊരു വശത്ത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സെൽഫ് അവയർനെസ്സിലൂടെയും നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുകയും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയുകയും അതുപോലെയാണോ നമ്മുടെ പാർട്ട്ണർ ചെയ്യുന്നത് എന്നുള്ളത് താരതമ്യം ചെയ്ത് അതിൽ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ആ ഒരു കണക്ഷൻ ഊട്ടി ഉറപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് സോൾമേറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. ഈ സെൽഫ് അവയർനെസ്സും സെൽഫ് ഗ്രോത്തിലൂടെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരു വഴി പറയുന്നുണ്ട്. അവർ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ. അതിലൂടെ നമുക്ക് നമ്മുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ പറ്റും. സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. വ്യക്തികൾക്ക് അവരവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തീരുമാനങ്ങളും ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റണം. ഞാൻ എന്താണ്, എന്നിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയുക. പല ആൾക്കാർക്കും ഇത് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു 70-80 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കും പലപ്പോഴും മറുപടി കിട്ടുക. അതല്ലെങ്കിൽ എൻ്റെ ജീവിത ലക്ഷ്യം ഇതായിരുന്നു, അത് ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ള ചില ആൾക്കാർ പറയും. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ, എനിക്കറിയില്ല കേട്ടോ എന്നായിരിക്കും പല ആൾക്കാരുടെയും മറുപടി. സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മളെ സോൾമേറ്റിനെ കണ്ടെത്തും എന്നുള്ളതാണ് ഇവരുടെ ഭാഷ്യം. ഇനി സോൾമേറ്റ് റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ചലഞ്ചസുകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോൾമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായിട്ട് പറയുന്ന സാധനമാണെങ്കിലും ഇതിനകത്തും നല്ല ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട്. ജനറൽ ആയിട്ട് 4 പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആണ്. 2 പേരിൽ ഒരാൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, കാഴ്ചപ്പാടുകള്, ചിന്തകള്, ലക്ഷ്യങ്ങള്, പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല. അഭിപ്രായം തുറന്നു പറയാൻ പറ്റുന്നില്ല. നമ്മുടെ നിലപാടുകൾ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. നമ്മുടെ പാർട്ട്ണർ ഇത് ഏത് രീതിയിൽ എടുക്കും, ജഡ്ജ് ചെയ്യാൻ നിൽക്കുമോ, പ്രെജുഡൈസ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടിരിക്കുന്ന ഒരാളാണോ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കാൻ അതിനെ കമന്റ് അടിക്കുമോ, അങ്ങനെ പല പല റീസൺസ് അതിനകത്ത് ഉണ്ടായിരിക്കാം. പക്ഷെ റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചലഞ്ചാണ്. നല്ല രീതിയിൽ അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തെറ്റിദ്ധാരണയ്ക്ക് വകുപ്പ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡിഫറെന്റ് ലൈഫ് പാത്ത് ആൻഡ് ഗോൾസ് ആണ്. 2 പേർക്കും 2 രീതിയിലായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. ഒരാൾക്ക് ഒരു കൂലിപ്പണിക്കാരനാകണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ മറ്റൊരാൾക്ക് വൈറ്റ് കോളർ ജോബ് നേടണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ളവരുണ്ട് ഇതിനകത്ത്. അപ്പൊ അവരവരുടെ 2 പേരുടെയും ജീവിത വഴി എന്ന് പറയുന്നതും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതും 2 സോ അത് എന്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും? ഇത്തരം സോൾമേറ്റുകളുടെ സെപ്പറേഷന് അത് കാരണമാകും. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പാസ്റ്റ് ട്രോമയും അൺറിസോൾവ്ഡ് ഇഷ്യൂസും ആണ്. ചിലപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പ്രണയത്തിലോ മുമ്പുണ്ടായിരുന്ന പല ബന്ധങ്ങളിൽ നിന്നോ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള ട്രോമകൾ, മാനസിക ആഘാതങ്ങൾ ഒരു വശത്ത്, അതേപോലെ തന്നെ മറ്റുള്ള ബന്ധങ്ങളിൽ നമുക്ക് വിജയിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ട്. അതായത് കോൺഫ്ലിക്റ്റുകൾ, ഇഷ്യൂസ്, ഇതെല്ലാം സോൾവ് ചെയ്യാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് ആ ഒരു റിലേഷൻ ഫെയിലാണ്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, ബന്ധങ്ങൾക്ക് നടുവിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇതുവരെ കാണാൻ കഴിയാത്ത ഇത്തരം സന്ദർഭങ്ങൾ, അത് നമ്മളുടെ മനസ്സിനുണ്ടാക്കിയിട്ടുള്ള ആഘാതം, ഇതൊക്കെ ഇപ്പോഴും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ബന്ധത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ പാസ്റ്റിലെ ബാഗേജുകൾ മൊത്തം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഇപ്പോഴത്തെ ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അടുത്ത 4ാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്ട്രെസ് ആണ്, ഒബ്സ്ട്രാക്കിൾ ആണ്. പുറത്തു നിന്ന് വരുന്ന പ്രഷർ, അത് നമുക്ക് ചിന്തിക്കാലോ. ഇത്തരം ബന്ധം ഉണ്ടാകുന്ന സമയത്ത് എവിടുന്നൊക്കെ പ്രഷർ വരും? ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് പ്രഷർ വരും. നല്ല ബന്ധമല്ല, നല്ല പാർട്ട്ണറല്ല, നല്ലൊരാളല്ല. പ്രത്യേകിച്ച് ഞാനിതൊക്കെ പറയുന്നത് പ്രണയമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളുടെ മറ്റുള്ള ഫ്രണ്ട്സ് പറയും അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് കൂട്ട് വേണ്ട. വീട്ടിൽ നിന്നാണെങ്കിൽ അവിടുന്ന് വരും, ഈ ബന്ധം ഞാൻ സമ്മതിക്കില്ല, നിന്റെ ഫ്രണ്ട്സ് ശരിയല്ല, അതല്ലെങ്കിൽ നീ കണ്ടുപിടിച്ച ആള് ശരിയല്ല. എനിവേ പുറത്തു നിന്ന് പ്രഷർ, തടസ്സങ്ങൾ എല്ലാം വന്ന് ഈ ബന്ധത്തെ തകർക്കുന്ന
പലതരത്തിലുള്ള പ്രഷറുകൾ ചുറ്റുവട്ടത്തുനിന്ന് വരും. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ സോൾമേറ്റുകളാണ്. ഇതും ഈ സോൾമേറ്റുകളുടെ സെപ്പറേഷന്, ബ്രേക്കപ്പിന് കാരണമാവുന്നുണ്ട്. ഇനി സോൾമേറ്റ് ബന്ധങ്ങളെ നമുക്കൊന്ന് മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ്, എന്തൊക്കെ നേട്ടങ്ങളാണ് ഇത്തരം പാർട്ട്നേഴ്സിന് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ പറഞ്ഞു, സോൾമേറ്റ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. ഒരു കളങ്കമോ തട്ടിപ്പോ വെട്ടിപ്പോ ഫ്രോഡോ തരികടയോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത വളരെ നീറ്റ് ആയിട്ടുള്ള, വളരെ ശുദ്ധമായിട്ടുള്ള, മഞ്ഞുതുള്ളി പോലെ പവിത്രമായിട്ടുള്ള ഒരു വികാരമാണ്, ഒരു ബന്ധമാണ്, ഒരു അവസ്ഥയാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഗ്രോത്തിന്, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്ന കാര്യമാണെന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. ഇത്തരം ബന്ധമുള്ള ആൾക്കാർ സെൽഫായിട്ട് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നതും സെൽഫ് കെയർ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. കാരണം എപ്പോഴും നമ്മുടെ സോൾമേറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ കാര്യം ഫസ്റ്റ് എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകും. അങ്ങനെ ആകരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സെൽഫ് കെയർ ഉണ്ടായിരിക്കണം. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെൽബീയിങ്, ക്ഷേമം, സുഖമായിരിക്കുന്ന അവസ്ഥ, അതിനും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ബൗണ്ടറീസ് ആണ്, സോൾമേറ്റ് ആണ്, നല്ല ആത്മബന്ധമാണ് എന്നും കരുതിക്കൊണ്ട് എവിടെയും കയറി വരാവുന്ന, എവിടെയും ഇടിച്ചു കയറാവുന്ന, എല്ലാത്തിലും ഇടപെടാവുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി വേണം. ആ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി കുളിച്ചുകൊണ്ടായിരിക്കരുത് നമ്മളൊരു ബന്ധം വളർത്തേണ്ടത്. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമ്മളെ മറ്റൊരാൾക്കാർ മാനിക്കില്ല, ബഹുമാനിക്കില്ല. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ആരാധിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത്. ഇനി സോൾമേറ്റിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം, അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ആ വശത്തെക്കുറിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ട്വിൻ ഫ്ലെയിം. അതിനകത്ത് പറയുന്ന അതേ അവസ്ഥ തന്നെയാണ്. അതായത് സോൾമേറ്റ് എന്ന് പറയുന്നത് വളരെയധികം വിശുദ്ധമായിട്ടുള്ള, ദൈവികമായിട്ടുള്ള, സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ബന്ധമാണ്, ഒരു അവസ്ഥയാണ്, ഒരു സിറ്റുവേഷനാണ്. അതിൽ നിന്ന് ഉരുവായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് സോൾമേറ്റുകൾ എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഒരു കൂട്ടം ആൾക്കാർ വാദിക്കുന്നത്. മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, അതിനകത്തൊന്നും ഒരു കഴമ്പും ഇല്ല, അത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമില്ല, വെറും തോന്നലാണ്, ആർക്കും ഇതുവരെ അതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല, തെളിവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, യാദൃശ്ചികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ചക്കട്ടപ്പം മൊയല് ചത്തു എന്ന് പറയുന്ന പോലെ വളരെ യാദൃശ്ചികമായിട്ട് അതിന്റെ താഴെ മൊയലുണ്ടാവണം, മേലെ ചക്ക ഉണ്ടാവണം, അപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണിത്, അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വാദിക്കുന്നത്. കാരണം അവർ പറയുന്നത് തെളിവില്ലല്ലോ എന്നുള്ളതാണ്. ഇനി സോൾമേറ്റിനെ കുറിച്ചിട്ടുള്ള പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സോൾമേറ്റിനെ കുറിച്ചിട്ടുള്ള ചിന്ത എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഒരു വിശ്വാസം മാത്രമാണ്. വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? തെളിവ് നിരത്തേണ്ട ആവശ്യമില്ലാതെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു വസ്തുതയാണ് വിശ്വാസം എന്ന് പറയുന്നത്. സൂര്യനുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. വെയിലത്തിറങ്ങി നിൽക്കുമ്പോൾ പൊള്ളുന്ന പോലെയുള്ള ചൂട് തട്ടുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ അതിനൊരു തെളിവായിട്ട് വരികയാണ്. തെളിവായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. തെളിവില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ചോയ്സ് ആണ്. വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്നുള്ളതൊക്കെ നമ്മുടെ മാത്രം ചോയ്സാണ്. തെളിവില്ലാതെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വിശ്വസിക്കുക. തെളിവ് കിട്ടിയാലേ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത്തരം ആൾക്കാർ സോൾമേറ്റിൽ വിശ്വസിക്കേണ്ട. ഇനിയിപ്പോൾ സോൾമേറ്റ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഇതിന്റെ നല്ല ഗുണങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഉണ്ടെങ്കിൽ, അതിപ്പോൾ സ്പിരിച്വൽ സോൾമേറ്റ്സ് ആണെങ്കിലും, റൊമാൻറ്റിക് സോൾമേറ്റ്സ് ആണെങ്കിലും, പ്ലാറ്റോണിക് സോൾമേറ്റ്സ് ആണെങ്കിലും, ഈ സ്വഭാവ സവിശേഷതകൾ അവരുടെ ബന്ധത്തിനകത്തുണ്ടെങ്കിൽ അവരുടെ ബന്ധം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. വേണ്ടവർക്ക് വിശ്വസിക്കാം, വേണ്ടാത്തവർ വിശ്വസിക്കേണ്ട.